ഗായ്സ് നമ്മളിന്ന് ചോർ ബസാർ പോകാൻ പോവാണ് ഗായ്സ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിനി നമ്മൾ മെട്രോയിലോ ബസ്സിലോ അങ്ങനെ എന്തെങ്കിലുമാണ് പോകാന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ മിക്കു കാറെടുത്ത് തരാമെന്ന് പറഞ്ഞേ. അപ്പം മിക്കുവിൻ്റെ കാറിന് അങ്ങോട്ട് പോവാണ് ഗായ്സ്. ഞാൻ എന്നിട്ട് ഡ്രസ്സ് നോക്കണ്ട, നല്ല ചൂടുള്ള ടൈമിൽ ഈ സാധനം എടുത്തിട്ട് എന്താ വെച്ചാലേ ഞാൻ എന്തിട്ടാലും എല്ലാവരും പറയും ഞാൻ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇടാത്ത സാധനം ഈ പ്രാവശ്യം ഇടാന്ന് വിചാരിച്ചു ഗായ്സ്. ഞാൻ എന്താ പറയാ കുറെ ദിവസമായി വിചാരിക്കണേ ചോർ ബസാർ പോവാന്ന്. റിച്ച് ആയിട്ട് ചോർ ബസാർ പോവാന്ന്. മിക്കു ഇങ്ങോട്ടൊക്കെ ഗൈസ്, ഇതാണ് മിക്കു. സാബി ഇങ്ങോട്ടൊക്കെ ഗൈസ്, ഇതാണ് സാബി. ഇതാണ് ഉറങ്ങും ഇസ്മായിൽ. ഇന്ന് കളി കണ്ടിട്ട് ഇതാ നിക്കാണ്, ഉറക്കം വന്നിട്ട് നിക്കാണ്. പക്ഷെ നമ്മളെല്ലാരും കളി കണ്ടാണ്, ഓങ്ക് മാത്രം. ഇത് അന്റെ പേരെന്താണ്? ഷെഹസാദ്. ഇത് പിന്നെ എല്ലാരും ബയ്യ അറിയോ. ഫോണൊക്കെ നല്ലപോലെ വെച്ചോണ്ടിട്ടാ. പൈസ മിസ്സായ ഒന്നും പറയണ്ട. ഇവിടുന്ന് കുറച്ചുള്ളൂല്ലേ, 11 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഇവനാ ഇവൻ ഞങ്ങൾ പരിചയപ്പെടേണ്ട ആളാട്ടാ. ഇവൻക്ക് ഇവൻക്ക് ഡൽഹിയിൽ 5 കുട്ടിയുണ്ട്, പിന്നെ കേരളത്തിൽ 4 കുട്ടികളുണ്ട്. ഫുൾ കളി. അല്ല ആ ആപ്പിന്റെ പേരെന്തേനി പറീ എടാ. അതല്ലേ ഒരു ചായലെ കുറിച്ച് പരിചയപ്പെടാം. തണുപ്പ് കാലത്താണ് ഇതേമാതിരി കാണല്. അല്ല അത് ആ തീ എത്തിച്ചിക്കണൊക്കെയാണ്. ഇതൊക്കെ ഈ ചൂട് കാലത്ത് തീ എത്തിച്ചിട്ടുണ്ട്. അവിടെ ചായ ഉണ്ടാക്കാൻ പോണേ. അത് ശരിയല്ലേ, ചായപ്പാത്രല്ല. ഞാൻ ക്യാമറയിൽ കൂടെ കണ്ടിട്ടേ അറ്റിങ്ങളൊക്കെ കിടക്കണൊക്കെയാ. നമ്മളെ റൂമത്തെ മാതിരിയല്ലേ. അങ്ങനല്ല, നമ്മളെ റൂമിനെ കാട്ടി കൊടുത്തിണ്ടാവും. നമ്മളെ റൂം എന്താണ്, ഒരു മിനി ചോർ ബസാറായിട്ട്. മറ്റേ 50 റുപ്യന്റെ ജാക്കറ്റ് ഇട്ടൂലേ, അവിടെ ഒക്കെ പോയായിരിക്കും കബൂത്തർ മാർക്കറ്റില്. അല്ല അത് പോലീസായിരുന്നാ? ഞാൻ വന്നാ എന്തെങ്കിലൊക്കെ നടക്കും ഇവിടെ. അങ്ങനെയാണ്. ചോർ ബസാർ എത്തി. എവിടെ വണ്ടി എവിടെ വർക്ക് ചെയ്യാ? എല്ലാരും വിചാരം ഇവിടെ ഉള്ളത് മുഴുവൻ കട്ടതാണെന്നാ. ഇതൊക്കെ ഹോൾസെയിലാ അല്ലേ. കട്ടത് നമ്മൾ കണ്ടാറിയാ. ഫോണ് ഓരോരുത്തർ ഇവിടെ സാധനം വില കുറവിന് വാങ്ങാൻ വരുന്നേ. ഓലെ ഫോൺ എടുക്കാൻ വേറെ ടീം വരുന്നേ. എന്താല്ലേ എടുത്ത ഫോണ് വെക്കാന് ചിലത് പോയോ. കൊലൊക്കെ പറിച്ചുണ്ടോ കാര്യം. അല്ലടാ സത്യം. എന്റെ ഒരു കോട്ടി അങ്ങനെ പോയത്. കോട്ടില്ല, അമ്മ മൂത്രയിക്കാൻ അവിടെ ഉള്ള അതിന്റെ ഒന്ന് പോയിണ്. അത് ഇവിടുന്ന് പോയതാ. അത് ഇവര് ഇങ്ങനെയാണ് കൊണ്ടുപോണടാ. ഇവിടെ ഇങ്ങനെയാണ് പിടിച്ചു. പക്ഷെ അത് ഇനി വളരും. നമ്മ അവിടെ ഇതാക്കിനെ ഒരു ആയുർവേദന മരുന്ന് വളരെ സാധനം കിട്ടി. മൂപ്പര് നല്ലതാണ്. കോട്ടിയൊക്കെ പോയിണ്ടെങ്കില് വേറെ റെഡിയാക്കി തരും. ചികിത്സ മൂപ്പര് ഒരു സൈസ് ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറയും. അപ്പൊ അതിങ്ങനെ കഴിച്ചൊരു ഉണ്ട സാധനം അതിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കില് നമ്മ സുഖസുന്ദരായിട്ട് വരും. ഇവിടെ കാർ പാർക്കിംഗ് കണ്ടാ. ഇത് അത്യാവശ്യട്ടാ ഈ ഏരിയ. മറ്റേ കാറൊക്കെ അടിച്ചിട്ടുണ്ടോ, ടയറൊക്കെ എടുത്ത് കൊണ്ടുപോകും ആൾക്കാര്. മറ്റേ ഇന്നലെ ഡൽഹിയിൽ ഒരു ന്യൂസ് ഉണ്ടീനല്ല, ഒരു ചെങ്ങായിന്റെ 4 ടയറും കൊണ്ട് ചായ അടിക്കാൻ കയറിയപ്പോത്തിന് ആകെ സീന്.
ആ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച ചൂടൊന്നുമില്ല. സുന്ദരം. അയ്യോ അതെന്താ ട്രാൻസ്ജെൻഡർ ആണോ? അല്ലല്ലേ, ആണോന്നുണ്ട്. Come on guys. Come on, welcome to Chor Bazaar. മലയാളിയാ. ഫോണൊക്കെ എടുത്തൊക്കെ ഇസ്മായിലെ, ഉറക്കത്തിന്റെ ഇതിൽ പോണ്ട. പിന്നെ ഷെഡിയൊക്കെ നല്ലപോലെ വെച്ചിട്ടാ, സാധനം പോയാ പോയി. കൊലൊക്കെ അടിച്ചോണ്ടോല്ലേ? പോയാ പോയി. അത് കാണിച്ചാ അല്ല സിബ കെട്ടണ നോക്കിയാ. ചൈന നിറക്കിയ ചെക്കനാ. എടാ ഓനെ കണ്ട ഒരു ഇംഗ്ലീഷ്കാർ ലുക്കില്ലേ? സത്യടാ. ഇജിങ്ങോട്ട് നോക്കിയാ ആടാ, കറക്റ്റ് ഇംഗ്ലീഷ്കാരടാ. അത് എന്റെ അഞ്ചന്റെ ലുക്ക് ഇതാ ഈ ചങ്ങായി. ഇവന്റെ മോച്ചായുള്ള കുറെ ആൾക്കാരുണ്ടാവും ഇവിടെ ഇല്ലേ. മറ്റേ ഈ ചൈനക്കാരെ ഏരിയ ഇല്ലേ, ടിബറ്റ്, അവിടെ ഉണ്ടാവും മോനെ ഇവന്റെ മോച്ചായുള്ള കുറെ. എടാ മൈക്ക് എടുക്കേനില്ലേ? മൈക്ക് ഉണ്ടെങ്കിൽ അങ്ങ് ആ മൈക്കല്ല പൊട്ടാ, ഇതിന്റെ മൈക്ക്. ഗൈസ് നമ്മൾ ചോർ ബസാർക്ക് കേറാൻ പോവുകയാണ്. ब्रो आपको ये यूज करना मालूम? यूज करना मालूम? नहीं अभी तो नहीं आता है, सीखूंगा। ओ अभी मिलता है? ये अभी खरीद कर दिया? ഓക്കെ ഓക്കെ ഗൈസ്, ഫോണൊക്കെ ഇവിടുന്ന് നല്ലോണം വെക്കണം കേട്ടാ. നല്ലപോലെ പറിച്ച് പായാൻ സാധ്യത. ഡ്രസ്സ് ഓരോരുത്തരുണ്ടാ തമ്പാക്കും വിമലൊക്കെ തിന്നാണ്ട് ഇങ്ങനെ ഇരിക്കണതാ. ഓരോന്ന് ഉറങ്ങണ വയ്ക്കാ. ഇത് ബിസിനസ് ആൾക്കാരാണ്, ഇവര് ഇന്ന് കച്ചവടം ചെയ്യാൻ വന്നാണ് ഇവിടെ. ഓ എന്താ കുപ്പായൊക്കെ ഊരിയാണ്ടൊക്കെ ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഫോണല്ല എടാ ആദ്യം ബാക്കിൽ ഉണ്ടായിക്കോട്ടെട്ടാ. ഈ ചോർ ബസാർ അല്ലാ. ഇതിപ്പോ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കേറാണ്. ഉള്ളിലേക്ക് കേറുന്നു. ഈ ഷർട്ടിനൊന്നും വലിയ വില ഉണ്ടാവില്ല. മിക്കുബായി നടന്നോളൂ. ഭായ് ബനിയൻ കിത്തനാ? എന്തോ മുണ്ടാത്ത് തൊള്ളയില് തമ്പാക്ക് വെച്ചാ പിന്നെ എങ്ങനെ വർത്താനം പറയാൻ കഴിയ? ഓരോരുത്തർ ഇവിടെ തന്നെ കേട്ടോ നീച്ച് വരണേ. കണ്ണൊക്കെ എന്താ പോയല്ലോ. ചിലവര് തലേന്ന് രാത്രി ഇവിടെ തന്നെ നീക്കണം, നേരെ ഇവിടെ നിന്ന് നീച്ച് വരണേ. സുന്ന മേരി കള്ളന്മാരെ നാട് എന്താ മെയിൻ മാർക്കറ്റ് ആ എയർപോർട്ടൊക്കെ കട്ടതാ. കാരണം വ്യത്യസ്ത വെറൈറ്റി സാധനങ്ങൾ കണ്ട അപ്പം മനസ്സിലാക്കാം. കളിക്കണ നോക്കല്ലേ, ഫുൾ പൊടി. ചെലോല് ഇനി വീഡിയോ എടുക്കാൻ സമ്മതിക്കൂലല്ലേ? നമ്മ ഒന്നും ചെയ്യില്ല, അത്ര തന്നെ നമ്മളെ ഇഷ്ടല്ലേ. 200 केरला पूरा आदमी आएगा आपका. 200 ഏതെടുത്താലും 200 ഏതെടുത്താലും. मैं फेमस यूट्यूबर है, 1 मिलियन ഫോളോവേഴ്സ്. അല്ലാ മെഷീൻ സാമഗ്രികള്
സ്മൈലടാ സ്മൈല അജി കൈവിട്ട് പോയല്ലട്ടാ ആകെ ചുറ്റിത്തിരിയും എന്താ ചെറിയ മക്കൾക്ക് അല്ലാ ഇതാ ഇതൊക്കെ നമുക്ക് കണ്ടാ അറിയാം ഇത് കട്ട സാധനാവൂലേ അല്ല അല്ല പഴയത് ഇങ്ങനെ യൂസാക്കി പഴയ സാധനങ്ങൾ നമ്മുടെ കൈനാരില് മാറ്റമുള്ള ആ സാധനം ഇതിപ്പോ നമ്മളെ അബുബസിലെ പള്ളിയില് ചെരുപ്പ് ആ ചെരുപ്പ് നമ്മുടെ അത് ശരിയാ ചില നല്ല അതിന് അതാ ഞാൻ പറഞ്ഞേ ചിലത് നല്ല വാച്ച് ഉണ്ടാവും അന്റെ വാച്ച് പോയിണോ എവിടെന്നെങ്കിലും അത് ഇവിടെ ഉണ്ടാവും വാച്ച് പോയിണാ വാച്ച് പോയിണേ ഇവിടെ ഉണ്ടാവും അല്ലടാ ഇവിടെ ഇവിടെ തൊട്ടിലിട്ടാ അല്ല അത് വെറൈറ്റി ആവട്ടാ സാധനം നമ്മ കെട്ടണം കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടാ ലൊക്കേഷൻ നോക്കാം സുന്നമേരി ഇതൊക്കെ കണ്ട പല വക സാധനം കണ്ട ഇത് കെട്ടല്ലേ ഇത് കെട്ടാന്ന് ഷുവറാണ് പല വക സാധനം പല വക സാധനം കാണുമ്പോ ശ്രദ്ധിക്കട്ടാ ഇതൊക്കെ പക്ക ബിസിനസ് കുപ്പിയാ അല്ല മിക്കോട് മിക്കോ കുപ്പി മൊത്തം നമ്മളെന്നെ കുപ്പി ഉണ്ടാവല്ലോ സുന്നമേരി ഞാൻ അങ്ങനെ എപ്പോഴും ഈ സുന്നമേരി പാടി ചടിക്കുണ്ടാവില്ലേ യൂട്യൂബർ ആ അതെ അതാ ഇത് പല വക സാധനല്ലേ ഇത് പക്കാണ് വയറില്ല അല്ല ഇതൊക്കെ ഇതല്ലടാ കട്ടതല്ലേ അല്ല പല വക സാധനമാണല്ലോ ടോർച്ച് ലാപ്ടോപ്പ് वो वर्किंग വർക്കില്ല हेलो ये वर्किंग है वर्किंग ओ एक कितना അങ്ങനെ 5500 ആ 5500 രൂപയ്ക്ക് ലാപ്പാ ഫോണൊക്കെ ഉണ്ടെങ്കിൽ മുന്നിൽ വെച്ചൊക്കെ പിന്നെ പോയിട്ട് നൊലൊലിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാകില്ല. നിക്ക് പോയി ഇനിയിപ്പോ ആരും കാണാൻ കഴിയില്ല. എന്താ കിണ്ടി പോയ പിന്നെ കാണാനില്ലടാ അവിടുന്ന്. അങ്ങനെ ഒരു പ്രത്യേകത. എവിടെ ആദ്യേ പോലെ മറ്റേ എങ്ങായി മിക്കുവിൻ്റെ ഒപ്പം ഉണ്ടാവും. ഇവിടെ ഫോണാണ് നമ്മ മെയിനായിട്ട് വേണ്ടി. ഇതൊക്കെ വർക്ക് ചെയ്യണ സാധനമാണാ. ഇതൊക്കെ ഓടി വെച്ചിട്ടാ ടെസ്റ്റ് ചെയ്യാ. ബോളൊക്കെ വയ്ക്കുക. കണ്ടത്തുനിന്ന് പെറുക്കി കൊണ്ടുവന്നാണ്. ബോളൊക്കെ ഉണ്ടാ തൂ മിൽ ജായേ പോയിടാ. കണ്ട് അയാള് ഷെഡിട്ടില്ല. ഷെഡിട്ടണല്ലേ, പക്ഷെ അമ്മ എല്ലാം പോലെ കണ്ടില്ല. അതെന്താ വാച്ച് എടാ ഈ ഇവിടെ വെയില് വരില്ല. ഇനി കുറച്ച് കഴിഞ്ഞാല് വെയിലത്ത് ഇങ്ങനെ ഇരിക്കണല്ലേ. ബൈ ഓതേതോ
അങ്ങോട്ട് നോക്ക്, ആ സാധനമൊക്കെ എടുത്തുള്ള മാതിരി തോന്നുന്നു. കണ്ടാ ഇഞ്ഞോ അല്ല നമ്മള് നോക്കിയോണ്ടേ. എടാ ഇവിടുന്ന് കൂളിംഗ് ഗ്ലാസ് കാണുമ്പോ പറയട്ടെ 10 റുപ്യൊക്കെ കിട്ടും. കൂളിംഗ് ഗ്ലാസ് കിട്ടും കണ്ടോണ്ടി. ഇനിതാ നമ്മളിഞ്ഞി ഒരു ഇതിന്റെ ഓട്ടന്റെ ഉള്ളിൽ കൂടെ പോകാൻ പോവാണ്. ഓ നായ്ക്കുട്ടികള്, നായ്ക്കുട്ടികളെ കഥ. ഇവിടെ നല്ല സ്മെല്ലുണ്ടാ. ഇവിടെ സഹിച്ചെടുക്ക. എന്താ ഷൂ എന്ത് റേറ്റ്? റേറ്റ് എത്ര? എത്രയാണ് ഒന്നിന് എത്ര? ടൊവിനോന്റെ ബ്രാൻഡാണ്. ഇത്ര रेट रिजनेबल होगा, वैसे रेट में कमी बेसी नहीं होगी. 1200. പിന്നെ पूरे मार्केट का यहाँ से सस्ता मिल जाए. भाई 300 को दे दो. ये तुम डर रहे हो बड़े भाई, मेरे पास आ जाना, काट देता हूँ. 6 महीने बाद आ जाना, कोई से कुछ भी नहीं होगा. भाई अरे हम यहाँ रहते ही नहीं है, भोपाल से आए हैं. भाई ये 200 को दे दो. 200 भाई 200 को दे दो. भोपाल को भाई ഇതിനെക്കാട്ടി രസം 1200 വാങ്ങൂലേ भाई ये 200 को दे दो. 200 कितने का? 200 200 रुपए दे दो. क्या पागल तो नहीं हो गया सुबह सुबह? भाई आप दे दो. दिखाओ. അയാൾ ലാസ്റ്റ് 200 രൂപ തരും. അയാൾ ലാസ്റ്റ് തരൂ. കണ്ടോണ്ടി ചൂടാണോ കണ്ട. ചെലവില് ആട്ടൊക്കെ ചെയ്യും, എറിഞ്ഞ ആട്ടൊക്കെ ചെയ്യും. രാവിലെ ആയിട്ട് തന്നെ വെറുതെ ചൂടാക്കാണെന്നൊക്കെ ചോദിക്കുന്നു. അല്ലടാ അങ്ക് പോലെ സൈസ് ഒന്നും നോക്കാൻ അറിയലുണ്ടാവില്ലേ? നീ നെറ്റ് അടിപ്പിക്കല്ല. അല്ല 1200 എടുക്കാൻ പോഞ്ഞി 600 കൊടുക്കും. 600. അമ്മ എല്ലായിടത്തും ഞാൻ പോയി നോക്കാല. എത്ര തരും ചോദിക്കണ്ടേ? ലാസ്റ്റ് എത്ര ചോദിച്ചപ്പോ എത്ര തരും? ആ ഇത് ഉറപ്പിച്ചിട. ലാസ്റ്റ് എത്രയാന്ന്? 600 വരണ്ട, ഒരു 300 വരണോ? ആകെ ഉണ്ടാവുള്ളൂ. അത് പറയും 300 പറയും. ഞാൻ പറഞ്ഞല്ലേ ഇനി ചെള്ളക്കടിട്ടോ. क्या भाई उधर बहुत ऑफर है 500 में. ले आना वहाँ से. यहाँ काय को आए फिर? सुबह मत खराब करते. तो अभी आपको लास्ट प्राइस बोल. जल्दी फटाफट जा. आपका लास्ट प्राइस बोलना. ചൂടാക്കണ്ട. പോരി അയാൾക്കാണ് തീരെ പറ്റിയില്ല. 300 പറഞ്ഞ തീരെ പറ്റിയില്ല. പക്ഷേ ചേട്ടാ നാളെ അമ്മ ഒരു ജാക്കറ്റ് 1600 ആ ഇഷാമ് വേർപ്പിച്ചിട്ട് പോയി തന്നെ നേരെ ഷൂമിക്കോളൂ. ഞാൻ നിങ്ങൾക്കില്ല. അല്ല ഇത് സംഭവം ഇങ്ങനെയാണ്, ഇവിടുത്തെ പരിപാടി ഇങ്ങനെയാണ്. ചെരുപ്പ് എത്ര? ഇത് ഷാബി ഉണ്ടല്ലോ, ഇത് ഒറിജിനൽ 499 കൊടുത്തിട്ട് വേങ്ങിയ 299 ഇത് വേങ്ങും. സെയിൽ നെയ്. ഇത് മറ്റേ പൊറോട്ട കൊടുക്കുന്നില്ലേ? ഈ പൊറോട്ട എനിക്ക് എടുക്കും. എല്ലാ സ്മൈൽ ആ ഇസ്മായിൽ അവിടെ എന്താ? മിക്കോയ് അല്ല ചൂടാക്കാനല്ല രസല്ലേ ഇവിടെ ഉള്ള പോലെ അല്ലേ? ഇവിടെ ഉള്ള വേഗം ചൂടാവൂലേ അങ്ങനെയൊക്കെ പറഞ്ഞാല്? പക്ഷെ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളു വില. വെറുതെ ചൂടാണ് നോക്കണ്ട. ആ
ചോയ്ക്ക്. അവിടെ ബാർഗൈനിങ് സ്കില്ല് ഉണ്ടാക്കുക, അതാണ് നമ്മളെ ലക്ഷ്യം. ആർക്കേലുണ്ടോ? അയ്യ ആ ചെങ്ങായി ഇതിട്ടില്ലല്ലോ ട്രൗസർ. അല്ല അതില് ഇത് ആ ചെങ്ങായി മുമ്പ് വന്നിക്കണേ. ആ ചെങ്ങായി അതാ അയ്യടാ, അത് ഇത് വരടാ, സ്ട്രൈക്ക് വരും. അതൊന്നും വീഡിയോ എടുക്കരുത്. ചെങ്ങായിക്കൊന്ന് ഇട്ടൂടാടോ. ഒരു മെനല്ലല്ലോ അയക്കൊന്ന് പൊടി പാറിയിട്ട് നമ്മ ഷോപ്പ് പോണ വൃത്തിട്ടൂലേ. എടാ ഇവിടെ എങ്ങനെയാടാ നിങ്ങൾ ഇങ്ങനെ നിക്കണ് കൊറേ നേരം? ഇതുമാതിരി പൊടിയാണ് ഇവിടൊക്കെ. ഒരു മലയാളീസിനെ കാണാത്തെന്താ ഇവിടെ? ബൂട്ട് വാങ്ങണ? ബൂട്ട് ഇവിടുന്ന് വാങ്ങണ? ഇവിടുന്നൊക്കെ വാങ്ങിണ്ടേ വേഗം പൊട്ടൂടാ. ഒരു പേടി, നമ്മ വാങ്ങുമ്പോ നല്ല വാങ്ങണ്ടേ. ഷൂസ് ഷൂ അയ്യവാ. മിൽ ജായേ. ഏയ് ഇങ്ങനത്തെ ഷൂ യൂസ് ആക്കലുണ്ടാ? ഉദ്ദേശിച്ചതാണല്ല. എടാ എനിക്ക് എന്തേലും വേണാ? വാങ്ങിട്ടാ വേണെങ്കില്. ഇതിങ്ങനെ തണുത്തക്കല്ലേ. ഓരോരുത്തര് എന്നാലും ലാഭാണ്. ഓരോരുത്തര് ഓരോ ഷൂ കട്ടാല് ലാഭാണ്. ഇസ്മായിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ മേലൊക്കെ നോക്കിയാൽ മതി. ഓരോ സാധനം എടുത്തിട്ട് വരും. ആരൊക്കെ ബാഗൊക്കെ ഇങ്ങനെ തൊട്ട് പോകുന്നുണ്ട്. ബൂട്ടല്ലേ? ഞാൻ ഇനി നാളെ മുതൽ കളി തുടങ്ങാൻ പോവാ. കളിച്ചോണ്ടല്ലോ ഫുട്ബോളല്ല മറ്റേത് മാത്രം. എത്ര? ഓ 2000 റുപ്യ. 200 റുപ്യ തരുമോന്ന് ചോദിക്കണ. അവന്റെ മോത കാണണ. അതാ എന്റെ മാരത്തെ വേറെ വ്ളോഗർ ആവുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. മലയാളി കണ്ടറിയാം. തോക്ക് തൊപ്പിന്റെ തോക്കുണ്ടല്ലോ. തോക്ക് കുറച്ചും കൂടി കഴിയട്ടെ, സേഫ്റ്റി പോയാ അപ്പൊ വാങ്ങാം. ओरिजिनल तोक किधर मिलेगा? बबलू वो ओरिजिनल तोक चाहिए, किधर मिलेगा? ഇത് പല വക സാധനങ്ങളല്ലേ. ഇതടക്കണ്ട് ഷൂവിന്റെ ലേസ്. ഓടുന്ന് എടുക്കണാണാവോ? എടാ ഇത് മറ്റേ പബ്സ് അല്ലേ? ആലു പബ്സ് ആണ്. ചിക്കൻ പബ്സ്. ആ മേലൊക്കെ നോക്കിയാ മതി. എനിക്ക് വേഗം മനസ്സിലാവും ഇസ്മായിലിനപ്പൊ. മേലൊക്കെ നോക്കിയാൽ അമ്മ 2 ടവർ കാണാം. ഒന്ന് ഇസ്മായില്, ഒന്ന് ധവന്. ഷൂ കൊറേ ഉണ്ട് കേട്ടോ. ഷൂവിന്റെ മാർക്കറ്റ് ഇഷ്ടമായി ഷൂവിന്റെ. ആടാ ഇവനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്ലാസ് വാങ്ങാന്ന്. അത് ഇങ്ങനത്തെ സ്ഥലത്തുനിന്നല്ല, ഈ പലവക വെക്കണ സാധനത്തുനിന്ന് വാങ്ങിട്ട് 10 റുപ്യ ഉണ്ടാവുള്ളൂ. അവിടെ നല്ല വില ഉണ്ടാവും. പക്ഷെ അത് വൃത്തിയില്ല കേട്ടോ ഷൂ. പക്ഷെ ഇവിടെ ഉള്ള ഷൂ ഒന്നും
ആ പിന്നെ 2000 റുപ്യ താന്തന പോയി പറയാൻ പറ. ആ ഏ ഷൂ എത്രയാണ് എടുത്ത് 8000 എടുത്തോ ആ പൈസ കൊടുക്കും ബാണ്ട് എടുത്തോ ബൈക്ക് ഇതിനൊക്കെ 150 രൂപ പോയി 100 രൂപ കഴിക്കാം 150 വില കൂടുതലാണ്. അതെ നാട്ടിലത്തെ അല്ല 80 റുപ്യ ഒന്നിന്. അതുകൊണ്ട് അതിന് നല്ല ക്ലാസ് ഇല്ല ഒക്കെ മറ്റേ സൺഗ്ലാസ് പോലത്തെ സാധനം ഹിന്ദിക്കാര് സാധനം ഫുള്ള്. ഓ ഈ ഷൂ ഒക്കെ തേച്ചേക്ക് കൊണ്ടുവന്നുണ്ട്. ഈ ഷൂ കണ്ട ഞാൻ സൂമാക്കണേ തേച്ചേക്ക് ആരൊക്കെ യൂസാക്കി കൊറേ തേച്ചേക്ക് കൊണ്ടുവന്നാ. പുറത്ത് പോയിട്ട് കഴിക്കാം പുള്ളിക്കിട് പുള്ളിൽ ഫുള്ള് ഇറക്കും. ആ സൈഡിൽ ഇങ്ങനെ പോയത്. ആ തമ്പാക്ക് വെക്കുന്നു ഗായ്സ്. ഇവിടെ ഇരുന്നാണ്ട് മെല്ലെ ആദ്യം കൈകളിലേക്ക് ആക്കുന്നു. പിന്നീട് ഇല്ല അപ്പട് തമ്പാക്ക് തൊള്ളയുണ്ട് തോന്നുന്നുണ്ട്. അത് തമ്പാക്ക് തൊള്ളയെ വെച്ചാണ്ട് നിക്കുക. ഇടക്കിടക്ക് ഇങ്ങനെ തേച്ച് വെച്ചല്ല വൃത്തിയാ. അതാ എന്റെ മാതിരത്തെ ഒരു ബ്ലോഗർ അതാ കണ്ട ഇതാവുമ്പോ ഫോണായിട്ട് ആരെയും പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കുടുങ്ങുകയും ചെയ്യും. ആരാ കൊണ്ടുപോയത് ശരിക്കും ലൈവ് ഇട്ട് ഇങ്ങനെ പോണേനില്ലേ? അത് സെറ്റ് ആവേനി. ലൈവ് നേരെ അപ്ലോഡ് ആവുകയും ചെയ്യും. ആ ഷെഡിയാണ് എനിക്ക് ഇല്ലാത്ത സാധനം. ഷെഡ് എന്താ വില ചെയ്യാ? ആ അത് നല്ലൊരു ഓപ്ഷനാ. ബൈ കിത്തന ചോറ് കുടിച്ചിട്ട് ചെറു പിടിച്ച് ചാവും ഉറപ്പാ? എടാ എനിക്ക് ഷെഡില്ലടോ. അല്ല ഇതൊക്കെ ബ്രാൻഡ് സാധനല്ലേ? കാലി ഇട്ടാവൂലേ? അയവാ गोल्ड फिश आप खरीद कर दिया है? ये आपका है? मुझे मिलेगा? पैसा दिया तो मुझे मिलेगा? नहीं मिलेगा मैं पूछना देना, हम तुम्हें माल देगा। ठीक है, मैं पूछना यही है, ये आप इधर बिजनेस है? बिजनेस हाँ सेलमैन ब्लॉग എടാ സൈഡ് ബാഗ് കാണാണ് ഈ പറയട്ടാ ബൈ. എടാ ഇങ്ങനത്തെ ഒരു ബാഗ് ആണ് ബൈ. ये गर्ल्स का है? हाँ वो खराब ഇസ്മായിലോടെ മേലൊക്കെ നോക്കിയാ ഇസ്മായിലാണ്. ആ മിക്കോ അതാ ഗ്ലാസ് ആ അല്ല മിക്കോ ഇവിടുന്ന് ഷെഡ് എടുക്കാൻ പറ്റിയ സ്ഥലം? ചെട്ടി മാളിനാ? അടിക്കാൻ പറ്റിയ ആര് 2000 രൂപ വാച്ചിനും അത് 400 രൂപ
അപ്പൊ അജ്ജി ഇങ്ങോട്ട് വന്നാണ് ആദ്യം. ഇയാളാണ് ഉറപ്പാ? മിക്കുണ്ടേനി അന്ന്? ഇല്ല മിക്കുണ്ടായിരുന്നു, ഞാനും മിയാദ് മാത്രം. മിയാദേ ഈ 2000 വാച്ച് 400 തരുക വെച്ചാലോ, അതിൽ അടിക്കാൻ പോയല്ലോ ഇയാള്. എല്ലാം ഇയാൾ അന്നൊരിക്കും വില കുറച്ചിട്ട് ഇയാൾ കുറക്കുന്നില്ലടാ. ഇയാളുണ്ടല്ലോ വേണേ വാങ്ങിയാ മതി എന്നല്ലേ. ഹിന്ദിക്കാരൊക്കെ വന്നാണ്ട് ക്യാമറന്റെ മുമ്പൊക്കെ വന്നാണ്ട് ഉമ്മക്ക. ഈ ഷെഡിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞാ ചൊറി പിടിക്കും അല്ലേ എടാ. ഇതൊക്കെ ഇട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചൊറി പിടിക്കും. കാരണം ഇതൊക്കെ 2 ഇടയിൽ ഇട്ടുണ്ടാവും മിക്കവാറും, കണ്ടറിയാ. പിന്നെ ഫോണൊന്നും പോണ്ടട്ടാ. പോയാ ചെറിയ കളിയാണ് മാറും. നല്ല ഇങ്ങനെ ഇടക്കിടക്ക് തപ്പിക്കൊണ്ടേ ഓരോരുത്തർ വന്ന് ഇങ്ങനെ തൊട്ട് നോക്കണ്ടേ. കാസർഗോഡ് അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാ. ഇതൊക്കെയാണ് ചോറ് ബസാറ്. എന്നാ വേറെന്താ വെച്ചാല് ഇങ്ങോട്ട് വരുമ്പോ നല്ലോണം ശ്രദ്ധിക്കുക. ഫോണൊക്കെ അടിച്ചുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. തൊള്ളിയും പാക്കറ്റാക്കിയിട്ട് ഹോ ഹോ എന്ന് പറഞ്ഞ് വരരുത്. ഹായ് ओको नाम बोलो। मैं केरला में बहुत फेमस है, यूट्यूबर है। यूट्यूब का नाम चैनल का ओके अनाज। ओके अनाज। ओके अनाज। आपका नाम क्या है? हिमांशु। किधर से? दिल्ली से। मारी कोड के ഇവിടെ അങ്ങ് കുറെ നട്സ് വാങ്ങണ്ടിട്ടാ. ടേസ്റ്റ് നോക്കി ഒക്കെ നമ്മളെ സാധനം തന്നെ. ഒന്ന് ഇങ്ങോട്ട് എടുത്താ നോക്കട്ടെ. അല്ലടാ അതെന്താ കാടമുടെ? എന്താണ് പ്രാവിന്റെ കൂടെ പോണത്? സത്യം മാത്രം പറഞ്ഞ് പഠിക്കടാ. എന്തിനാ കൊറേ നോണ അറിഞ്ഞിട്ട്? അത് നല്ല ഉറക്കം തന്നെയല്ലേ. അടച്ച് ഇങ്ങോട്ട് നിന്നാ, സൂര്യന്റെ അടുത്ത് ഇങ്ങനെ നിന്നാ. എടാ സൂര്യമല്ല തല അട്ടിക്കടോ. ഒന്നുകൂടി പൊന്ത്. ഒന്നുകൂടി. സൂര്യമ്മല് തല അട്ടിക്കണ. പാന്റ് കളക്ഷൻസ് കാണിക്കേ. ജീൻസ് ഇല്ലല്ലോ. ഇതൊക്കെ എത്ര? ഇതിനൊക്കെ എത്ര? 250. ഞാൻ പറഞ്ഞ നേരത്തെ അവിടെ 350 ലോക്കൽ സാധനം. ഇവിടുന്ന് ഞാൻ ഫസ്റ്റായിട്ടൊരു ക്യാമറ വാങ്ങിന്. ആ ക്യാമറ ഇപ്പോഴും യൂസ്ലെസ് ആയിട്ട് എൻ്റെ റൂമിൽ കിടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് എനിക്ക് പണ്ട് യൂട്യൂബർ ആളുള്ള പൂതി കൊണ്ട് വാങ്ങിയതേന്. അങ്ങനല്ല, നമ്മളിപ്പോൾ ഒരു വ്ളോഗർ ആണെങ്കിൽ എന്ത് വേണം? ക്യാമറ വേണം. എൻ്റെ ഫോണ് നല്ല ഫോണില്ലേന്. അപ്പോൾ നേരെ ക്യാമറ വാങ്ങി. ഐഫോൺ ഉണ്ടേന് കേട്ടോ. ഫസ്റ്റ് ഞാൻ ചോറ് ബസാർ വന്നാ തോന്നുന്നുണ്ട്, അന്ന് വാങ്ങിയതേന്. ബട്ട് അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ടോ. വെറുതെ ഒരു 2000 റുപ്യ എടുത്തിട്ട് വെറുതെ 2000 റുപ്യ പോയി. ആ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സിൽ. എന്ത് കാട്ടാനാ? ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ആരാണാവോ സ്വപ്നം കണ്ടല്ലേ? കണിയുണ്ട്, നല്ല അരവാണ്, കൊറേ സാധനം പോകുന്നുണ്ട്. ജിമ്മിന് പോകുന്നോ? ജിമ്മിന് പോകുന്ന ബോഡി ആക്കുന്നു. ഇപ്പൊ അവന്റെ മാതിരിയാ ബോഡി ഉള്ളത്. 45 ദിവസത്തെ ട്രീറ്റ്മെന്റിന് പോകുന്ന. അല്ല ശരി, സംഭവം ജിമ്മിന് പോയാൽ തുടങ്ങിയല്ല. ഓടെ മോനെ റൂമീസിൽ ആ സാധനം പൊന്തിച്ചായതാ. അല്ലണേ, ഞാൻ ഓരോന്ന് വാരി തിന്നട്ടെ. എന്തോ മാതിരി പള്ളേക്ക് ഒരു ചായ പോവാൻ്റെ. ഇവിടെ ഇവിടുന്ന് ചായ ഇട്ട ആടോ വിശപ്പൊക്കെ കൂടുന്നുണ്ട്.
ഞങ്ങക്ക് എന്താ വേണ്ടിയ പറയ്, എന്താ വേണ്ടിയ പറയാ. ഞങ്ങക്ക് എന്തും കിട്ടും ഇവിടെ. ഞങ്ങക്ക് എന്താ വേണ്ടി? ഇവിടെ പെണ്ണ് വേണോ? അല്ല, ഒക്കെ കിട്ടും. അതിന് കാറ് വേണോ? പാന്റ് വേണോ? ഷെഡ് ഉണ്ട് എൻ്റെ അടുത്ത്? ഇല്ലടോ, വാങ്ങണടോ. അതിന് ഇവിടെ ഉള്ളത് വാങ്ങാൻ പറ്റില്ല. അല്ല, ഈ ചേച്ചി രസണ്ടാ? ആ കാണുന്ന ചേച്ചി ഇടുവാ. ഫാത്തിമ അല്ലേ? പക്ഷെ ഇത് രാജസ്ഥാനി വന്നിട്ടുണ്ട് കേട്ടോ. जी आप राजस्थानी है? राजस्थानी नहीं, गुजराती. हम केरला. ഹായ്, അസ്സലാമു അലൈക്കും. സലാം അർക്കടോ മലയാളി. ഹായ് തൊട്ടിൽ മറ്റേ നമ്മ ഞാൻ വെറുതെ ഞായറാഴ്ച രസമായിട്ട് ഇവിടെ ഞാൻ മാർക്കറ്റ് കാണാൻ ഇറങ്ങിയ. എന്തേ എടുത്താ? ഫോണൊക്കെ പോയാ? പോയിക്കോളൂ, അത് കഴിഞ്ഞിറങ്ങിയില്ലല്ലോ. എവിടുന്ന് വരാ? നമ്മ ജാമ്യാമില്ലേ. അപ്പൊ നമ്മ രാവിലെ ഇങ്ങനെ വെറുതെ ഞാൻ ഇങ്ങനെ വിചാരിക്കലുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്. അതാ മറ്റോൻ അവിടെ ഉണ്ട് കേട്ടാ. സാബി എന്നാ ശരി, പോട്ടെ. ആടോ, എല്ലാരും ഇപ്പൊ എന്റെ പേരൊക്കെ മറന്നാണ്. ഇന്നിപ്പോ എല്ലാരും തൊട്ടിൽ അതിന് വിളിയൊക്കെ മിസ്റ്റർ തൊട്ടിൽ. അത് ഞാൻ ഈ പേരെങ്ങനെ ആക്കിയാലാ? ഇൻസ്റ്റയില് പേര് മാറ്റിയാലാ? ക്രാഡിൽ പോയി. അത് വേണ്ട, ക്രാഡിലിന്റെ അർത്ഥം ആർക്കും അറിയാം. എത്ര നിൽക്കുക പണ്ട? 3000. ഓ, ക്യാഷ് നമുക്കൊരു വിഷയല്ലേ. ഇതെല്ലാം ഷെഡ് ഇല്ലടാ എനിക്ക് ശരിക്ക്. ഇടലുണ്ട്, പക്ഷേ ഒരു ഷെഡ് വാങ്ങണമെന്ന്. പക്ഷെ ഇവിടുന്ന് വാങ്ങിയ സീനുണ്ടാ? ആണ്ട് വാങ്ങിയാലോ കാൽവിൻ ക്ലൈന്റെ. ബാൻചോർന്ന് വിളിച്ചെന്നെ अरे भाई उसको कितना? കാൽവിൻ 100. മൂന്നെണ്ണാണ്ട് വാങ്ങിയാലടാ. ഷെഡില്ലടാ. മറ്റേ പച്ച നീല താഴെ 3 കളറാവും. भाई वो 3 दे दो. हाँ भाई कुछ डिस्काउंट दे दो. 350 दे दो. 150 को दो. 150 ഇത് വേണ്ടല്ലോ, ഇതല്ലേ ഷെട്ടി. ഇത് പിടിച്ചാ ക്യാമറ പിടി. ഇത് ഇട്ടോക്കണാ? അനസിന്റെ ഇത് അല്ലേ, പ്രച്ഛന്ന വേഷം. നല്ല മാച്ചാട്ടോ. കാൽവിൻ ക്ലൈൻ എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. 100 നല്ല കളർ നോക്കി എടുക്കല്ലേ. നല്ല നോക്കി എടുത്തു, എന്തായാലും കൊടുക്കല്ലേ. എത്ര അടിക്കണേ? 3 എത്ര വരണം? 150 വരണോ? ഞാൻ ഷെഡ് ഇടല്ലെന്ന് പറയാൻ പറ്റില്ല. 3 ഷെഡ് ഒന്നുകൂടെ വാങ്ങടാ, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് വാങ്ങ് അല്ലേ. भाई ये छोटा है, इसका साइज में इसका लेंथ इतना लेंथ नहीं है भाई. വാങ്ങിക്കോ, സെറ്റ്. हाँ ये 3 दे दो भाई, कुछ कम कर दो. അപ്പം ഗൈസ് നമ്മൾ ചോർ ബസാർ കഴിഞ്ഞു, വ്ളോഗ് കഴിഞ്ഞു. ഓക്കെ